ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ്. പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് 2025 അതായത് ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസും ഇതിൻ്റെ അനുബന്ധ വിവരങ്ങളും പഠിച്ചുകൊണ്ട് പോകുന്നത് ഇനി വരുന്ന പരീക്ഷകൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അയ്യങ്കാളി ജനിച്ചത് എന്ന്? 1863 ജൂലൈ 28, 1863 സെപ്റ്റംബർ 28, 1863 ജൂൺ 28, 1863 ഓഗസ്റ്റ് 28. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചത്. ഓക്കെ, അപ്പോൾ അയ്യങ്കാളി ജനിച്ച വർഷം 1863 ഓഗസ്റ്റ് 28. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അദ്ദേഹം ജനിച്ചത്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28. ഓക്കെ, ഇനി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ്? അയ്യങ്കാളിയാണ്. അതിന് പ്രചോദനമായ സംഘടന SNDP ആണ്. ഓക്കെ, SNDP ആണ് പ്രചോദനമായത്. സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിച്ചതാരാണ്? അയ്യങ്കാളിയാണ്. ഓക്കെ, 1907 സ്ഥാപിച്ച സാധുജന പരിപാലന സംഘം പിന്നീട് പുലയ മഹാസഭയായിട്ട് മാറിയിട്ടുണ്ട്. 1907 സ്ഥാപിച്ച സാധുജന പരിപാലന സംഘം 1938 എന്നാണ് 1938 പുലയ മഹാസഭ എന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി അയ്യങ്കാളിയെ പറ്റി എപ്പോഴും ചോദിക്കാറുള്ളതാണ് വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. വില്ലുവണ്ടി സമരം 1893 1893 വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. ഇനി അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചതാരാണ്? അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ചോദിച്ചിട്ടുണ്ട്, അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഓക്കെ, ഇനി അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, അതുപോലെ തന്നെ PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ് കല്ലുമാല സമരം. 1915 കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹള എന്നറിയപ്പെടുന്ന കല്ലുമാല സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അയ്യങ്കാളിയെ പറ്റി ഓർത്തു വച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കം, ചാവക്കാട്, കോഴഞ്ചേരി, പള്ളിപ്പുറം. ഉത്തരം ഓപ്ഷൻ എ ആണ്, വൈക്കത്താണ്. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കം. ഓക്കെ, EV രാമസ്വാമി നായ്ക്കരുടെ ജന്മസ്ഥലം തമിഴ്നാടാണ്. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. ചോദിച്ചിട്ടുണ്ട്, വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. ഓക്കെ, പെരിയോർ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം ഹീറോ, പെരിയോർ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? EV രാമസ്വാമി നായ്ക്കറാണ്. ഓക്കെ, സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ, സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സ്വാഭിമാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും EV രാമസ്വാമി നായ്ക്കറാണ്. ഓക്കെ, രാമസ്വാമി നായ്ക്കരുടെ പ്രസിദ്ധമായ പത്രങ്ങളാണ് പുരട്ചി, വിടുതലൈ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പത്രങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു വാരികയാണ് കുടിയരശ്. ചോദിച്ചിട്ടുണ്ട്, കുടിയരശ് ആരുടെ പ്രസിദ്ധീകരണമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. EV രാമസ്വാമി നായ്ക്കരുടേതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വേറിട്ട് നിൽക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. VT ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, മഹാദേവ ഗോവിന്ദ റാനഡെ, വൈകുണ്ഠ സ്വാമികൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്, മഹാദേവ് ഗോവിന്ദ റാനഡെ. MG റാനഡെ എന്നറിയപ്പെടുന്ന മഹാദേവ് ഗോവിന്ദ റാനഡെ. VT ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, വൈകുണ്ഠ സ്വാമികൾ ഇവരൊക്കെ കേരള നവോത്ഥാന നായകരിലാണ് പെടുന്നത്. ഓക്കെ, 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച 3 പേരിൽ ഒരാളായിരുന്നു ആര്? മഹാദേവ ഗോവിന്ദ റാനഡെ. ഓക്കെ, 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി പൂനെയിൽ സ്ഥാപിച്ചത്. 3 പേർ ചേർന്നിട്ടാണ് സ്ഥാപിച്ചത്. GG അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. ആരൊക്കെയാണ് 3 പേർ? GG അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്ന് 1884 പൂനെയിൽ സ്ഥാപിച്ചതാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഓക്കെ, ദേശീയ കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യയിൽ രൂപീകൃതമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. 1884 രൂപീകരിച്ചത് പൂനെയിൽ. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? PSCയുടെ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണിത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? KM പണിക്കർ, VP മേനോൻ, KP കേശവ മേനോൻ, K മാധവൻ നായർ. ഉത്തരം ഓപ്ഷൻ എ ആണ്. KM പണിക്കറാണ്. സർദാർ KM പണിക്കർ. ഓക്കെ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപം നൽകിയത്. അതിൽ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഫസൽ അലി, അതുപോലെ തന്നെ HN കുൻസ്രു, പിന്നെ മലയാളിയായ KM പണിക്കർ. ഓക്കെ. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്ന മലയാളിയാണ് KM പണിക്കർ. ഫസൽ അലിയായിരുന്നു കമ്മീഷന്റെ അധ്യക്ഷൻ. HN കുൻസ്രു, പിന്നെ KM പണിക്കർ, ഇവരൊക്കെ മറ്റ് അംഗങ്ങൾ. ഓക്കെ. 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നു. ഓക്കെ. ഈ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കി. അതിലൂടെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. അത് ചോദിച്ചതാണ്. ഇതിലൂടെ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്? 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയതിൻ്റെ ഫലമായിട്ട് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഉത്തരം ഏതാണ്? EMS നമ്പൂതിരിപ്പാട്, TK മാധവൻ, AK ഗോപാലൻ, K രാമകൃഷ്ണപിള്ള. ഉത്തരം ഓപ്ഷൻ സി ആണ്. AK ഗോപാലനാണ്. AKG എന്നറിയപ്പെടുന്ന AK ഗോപാലനാണ് ആൻസർ. ഓക്കെ. AKG അല്ലെങ്കിൽ AK ഗോപാലൻ ജനിച്ചത് 1904 ജനിച്ച സ്ഥലം കണ്ണൂരിലാണ്. കണ്ണൂരിൽ. ഓക്കെ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനും AK ഗോപാലനാണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലൻ. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച നേതാവ് ആരാണ്? AK ഗോപാലനാണ്. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച നേതാവ് AK ഗോപാലനാണ്. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ AKGനെ പറ്റി ഓർത്തു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? NV കൃഷ്ണവാര്യർ, MT വാസുദേവൻ നായർ, K അയ്യപ്പൻ, ചേറ്റൂർ ശങ്കരൻ നായർ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെങ്കിൽ C ശങ്കരൻ നായരാണ്. ഓക്കെ. ഗാന്ധിജിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതിയത് ചേറ്റൂർ ശങ്കരൻ നായർ. ഓക്കെ. ശങ്കരൻ നായരെ പറ്റി എപ്പോഴും ചോദിക്കാറുള്ളതാണ്. INC പ്രസിഡന്റായ ഏക മലയാളി. INC പ്രസിഡന്റായ ഏക മലയാളിയാണ് ആര്? C ശങ്കരൻ നായർ എന്നറിയപ്പെടുന്ന ചേറ്റൂർ ശങ്കരൻ നായർ. ഓക്കെ. 1897 കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ, അമരാവതി സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ആര്? C ശങ്കരൻ നായർ. 1897 കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ആര്? ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ. ഓക്കെ. അതുപോലെ തന്നെ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച വ്യക്തിയും C ശങ്കരൻ നായരാണ്. ഓക്കെ. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ച വ്യക്തിയും C ശങ്കരൻ നായരാണ്. ഓക്കെ. ഗാന്ധിജിയുടെ നിലപാടുകളെ ശക്തമായി എതിർക്കുകയും അദ്ദേഹത്തെ പറ്റി എഴുതിയ പുസ്തകമാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന പുസ്തകം. ഗാന്ധിജിയുടെ നിലപാടുകളെ ശക്തമായി എതിർത്തുകൊണ്ട് എഴുതിയ പുസ്തകമാണ് ഗാന്ധിയും അരാജകത്വം എന്ന പുസ്തകം. ഓക്കെ. ഫത്ഹുൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം? ഫത്ഹുൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം? കവി ഖാസി മുഹമ്മദ് എഴുതി. സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. കേരളത്തിലെ ജാതി വ്യവസ്ഥ വിവരിക്കുന്നു. 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ കാവ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. ഒന്നാമത്തെ എന്താണ്? കവി ഖാസി മുഹമ്മദ് എഴുതി, ശരിയാണ്. സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്, അത് ശരിയാണ്. കേരളത്തിലെ ജാതി വ്യവസ്ഥയെ വിവരിക്കുന്നു, അതുപോലെ 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ കാവ്യം, ഇത് രണ്ടും തെറ്റാണ്. ഓക്കെ.
പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. ചാലിയങ്കോട്ടയുടെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്തുഹുൽ മുബീൻ. ചാലിയങ്കോട്ടയുടെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്തുഹുൽ മുബീൻ. ഇതിൻ്റെ അർത്ഥം വ്യക്തമായ വിജയമെന്നാണ്. ഫത്തുഹുൽ മുബീൻ വ്യക്തമായ വിജയമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? വൈക്കം, വടകര, കൊച്ചി, മഞ്ചേരി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വടകരയിലാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്ന സ്ഥലം വടകര. അടുത്ത ക്വസ്റ്റ്യൻ, ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഡോക്ടർ പൽപ്പു, മൊയ്തു മൗലവി, അയ്യത്താൻ ഗോപാലൻ, കെ കേളപ്പൻ. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, അയ്യത്താൻ ഗോപാലനാണ്. ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. ഓക്കെ, അയ്യത്താൻ ഗോപാലൻ ജനിച്ചത് തലശ്ശേരിയിലാണ്. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജത്തിൻ്റെ കേരളത്തിൻ്റെ പ്രമുഖ പ്രചാരകനായിരുന്നു ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജത്തിൻ്റെ കേരളത്തിലെ പ്രമുഖ പ്രചാരകനായിരുന്നു ആര്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഓക്കെ, സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെ മുൻനിർത്തി ബ്രിട്ടീഷ് സർക്കാർ 1917 റാവു സാഹിബ് പട്ടം നൽകി അദ്ദേഹത്തെ ആചരിച്ചത്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് സർക്കാരാണ് സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെ മുൻനിർത്തി ബ്രിട്ടീഷ് സർക്കാർ 1917 റാവു സാഹിബ് പട്ടം നൽകി അദ്ദേഹത്തെ ആദരിച്ചു, ഡോക്ടർ അയ്യത്താൻ ഗോപാലിനെ. ഓക്കെ, നമ്മുടെ ചാനലിൽ കേരളത്തിലെ നവോത്ഥാന നായകന്മാരുടെ ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കാണാത്തവർ എന്തായാലും ഒന്ന് കണ്ടേക്കണം. ഇതിൽ പറയുന്ന ശ്രീനാരായണ ഗുരു, ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ, ചാവറ ഏലിയാസ് കുര്യാക്കോസ് എല്ലാവരെ പറ്റിയിട്ടുള്ള ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. AKG ഉൾപ്പെടെ എല്ലാവരുടെയും ചെയ്തു വെച്ചിട്ടുണ്ട്. PS റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന നവോത്ഥാന നായകന്മാരുടെ പറ്റിയിട്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതെന്തായാലും ഒന്ന് കണ്ടേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, ഗുരുവായൂർ സത്യാഗ്രഹം, മലയാളി മെമ്മോറിയൽ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മലയാളി മെമ്മോറിയൽ. ബാരിസ്റ്റർ GP പിള്ള മലയാളി മെമ്മോറിയലുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, തിരുവിതാംകൂറിലെ അഭ്യസ്ത വിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്ന ആവശ്യത്തോടെ തിരുവിതാംകൂറിൽ ജനങ്ങൾ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. ഓക്കെ, എന്താണ് മലയാളി മെമ്മോറിയൽ? തിരുവിതാംകൂറിലെ അഭ്യസ്ത വിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്ന ആവശ്യത്തോടെ തിരുവിതാംകൂറിലെ ജനങ്ങൾ സമർപ്പിച്ച നിവേദനമാണ് ഏത്? മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ബാരിസ്റ്റർ GP പിള്ള. ഇനി മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ്? അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാളിനാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. ഓക്കെ, മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച തീയതി ഇമ്പോർട്ടൻ്റ് ആണ്, വർഷവും 1891 1891 ജനുവരി 1 ചോദിക്കാറുള്ളതാണ്. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച തീയതി. ഓക്കെ, മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് ആരാണ്? മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻ പിള്ളയാണ്. അതും ചോദിച്ചിട്ടുണ്ട്. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് CV രാമൻ പിള്ളയാണ്. മലയാളി മെമ്മോറിയൽ ആകെ ഒപ്പിട്ടത് അതും ചോദിച്ചിട്ടുണ്ട്. എത്ര പേര് ഒപ്പിട്ടിട്ടുണ്ടെന്ന്. ആകെ ഒപ്പുവെച്ചവർ 10,028 10,028 പേരാണ് മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടത്. ഓക്കെ, തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ബാരിസ്റ്റർ GP പിള്ളയുടേതാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആര്? പനമ്പള്ളി ഗോവിന്ദമേനോൻ, ഇക്കണ്ട വാര്യർ, ഷൺമുഖം ചെട്ടി, S നീലകണ്ഠ അയ്യർ. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഷൺമുഖം ചെട്ടിയാണ് പെടാത്തത്. ഓക്കെ, കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിന് വേണ്ടി രൂപം കൊണ്ട ഒരു സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. അത് നിലവിൽ വന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വന്നത് 1941 ജനുവരി 26 ഇനി കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ഇരിങ്ങാലക്കുടയാണ്. അതും ചോദിച്ചിട്ടുണ്ട്.
കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ഇരിങ്ങാലക്കുട. ഓക്കെ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു VR കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി VR കൃഷ്ണൻ എഴുത്തച്ഛനായിരുന്നു. ഓക്കെ. മറ്റു പ്രധാന നേതാക്കളായിരുന്നു ഇക്കണ്ട വാര്യർ, K അയ്യപ്പൻ, പനമ്പള്ളി ഗോവിന്ദമേനോനൊക്കെ. ഇക്കണ്ട വാര്യർ, K അയ്യപ്പൻ, പനമ്പള്ളി ഗോവിന്ദമേനോനൊക്കെ ആദ്യകാല നേതാക്കളാണ്. ഓക്കെ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ വർഷം ഒന്ന് ഓർത്ത് വെച്ചേക്കുക, 1941 ജനുവരി 26. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നു, അത് ഏതാണെന്നാണ് ചോദ്യം. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിലൊരെണ്ണം താഴെ പറയുന്നു, അതേതെന്നാണ് ക്വസ്റ്റ്യൻ. കുന്നത്തൂർ, അഗസ്തീശ്വരം, മാവേലിക്കര, ചിറയൻകീഴ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, അഗസ്തീശ്വരമാണ് വിട്ടുകൊടുത്തത്. ഓപ്ഷൻ ബി അഗസ്തീശ്വരം. ഓക്കെ. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ 4 താലൂക്കുകളാണ് മദ്രാസ് സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. ഏതൊക്കെയാണ്? തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ 4 താലൂക്കുകൾ മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിട്ടാണ് കേരള സംസ്ഥാനം രൂപീകൃതമായത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏത്? മയോപ്പിയ, നിശാന്തത, വർണ്ണാന്തത, ഗ്ലോക്കോമ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, നിശാന്തതയാണ്. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്തത. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? പ്രമേഹം, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, പക്ഷാഘാതം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹീമോഫീലിയാണ്. ബാക്കി 3 പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം ഇവയൊക്കെ ജീവിതശൈലി രോഗത്തിൽ പെടുന്നതാണ്. ഓക്കെ. ഹീമോഫീലിയ ജനിതകപരമായ രോഗത്തിലാണ് പെടുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ചാൾസ് ഡാർവിൻ, MS സ്വാമിനാഥൻ, സലീം അലി, റേച്ചൽ കാഴ്സൺ. നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, റേച്ചൽ കാഴ്സൺ ആണ്. ആരാണ്? റേച്ചൽ കാഴ്സൺ. ഓക്കെ. അടുത്തത്, പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ചാൾസ് ഡാർവിൻ. പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ചാൾസ് ഡാർവിൻ. ഇനി MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവാണ് MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവാണ് MS സ്വാമിനാഥൻ. പ്രശസ്തനായ പക്ഷി നിരീക്ഷകനാണ് ഡോക്ടർ സലീം അലി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത്? പെരിയാർ, ഇരവികുളം, സൈലന്റ് വാലി, നീലഗിരി. വന്യജീവി സങ്കേതത്തിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, പെരിയാറാണ്. പെരിയാറാണ് വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം. ഇരവികുളം നാഷണൽ പാർക്കാണ്. സൈലന്റ് വാലിയും നാഷണൽ പാർക്കാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവാണ്. ഓക്കെ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, ഇതിൻ്റെയൊക്കെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റ് നോക്കി ഒന്ന് പഠിച്ചേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഡെൻഡൈൻ, ഇനാമൽ, തലയോട്, സ്റ്റേപ്പിസ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇനാമലാണ്. പല്ലിൻ്റെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. പല്ലിനുള്ളിലെ ജീവനുള്ള കല എന്നറിയപ്പെടുന്നത് ഡെൻഡൈനാണ്. പല്ലിനുള്ളിലെ ജീവനുള്ള കല എന്നറിയപ്പെടുന്നത് ഡെൻഡൈനാണ്. ഓക്കെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ചെവിയിലെ സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. അടുത്ത ക്വസ്റ്റ്യൻ, ഏതിനും ഛേദരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ഏതിനം ഛേദരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ന്യൂട്രോഫിൽ, ഇസ്നോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ലിംഫോസൈറ്റ് ആണ്. ഓപ്ഷൻ സി, ലിംഫോസൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? കരൾ, വൃക്ക, തലച്ചോറ്, ആഗ്നേയഗ്രന്ഥി. ഉത്തരം ഓപ്ഷൻ എ ആണ്, കരളിലാണ്. മനുഷ്യ ശരീരത്തിലെ യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? കരളിൽ വെച്ചിട്ടാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏതാണ്? പാവലിൻ്റെ ഇനമാണ് ചോദിച്ചിരിക്കുന്നത്. അമ്പിളി, കൗമുദി, സൽകീർത്തി, പ്രിയങ്ക. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പ്രിയങ്കയാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം പ്രിയങ്ക. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏതാണ്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏതാണ്? 2021, 2022, 2023, 2024. ഉത്തരം ഓപ്ഷൻ സി ആണ്, 2023 ആണ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആഘോഷിച്ച വർഷം 2023 ആണ്. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ് 2023. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷം. ഇനി 2025 യുണൈറ്റഡ് നേഷൻസ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷമാണ്. 2025 യുണൈറ്റഡ് നേഷൻസ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? 1 ലക്ഷം, 5 ലക്ഷം, 3 ലക്ഷം, 2 ലക്ഷം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 5 ലക്ഷമാണ്. 5 ലക്ഷം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. തെങ്ങിൽ നിന്ന് മാങ്ങ താഴെ വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നവയിൽ ഒന്ന് മാത്രമാണ് പോസിറ്റീവായ പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭം. തന്നിരിക്കുന്നതിൽ 2 മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭം. തന്നിരിക്കുന്നതിൽ 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. തന്നിരിക്കുന്നതിൽ 1ഉം 2ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്. അതായത് 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. 2ഉം 3ഉം. 2 ഏതാണ്? തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തിയാണ്. മൂന്നാമത്തത്, ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ എഫിനും പിക്കും ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്താണ്? മിഥ്യ, വസ്തുവിനേക്കാൾ ചെറുത്, നിവർന്നത്. വസ്തുവിനേക്കാൾ വലുത്, നിവർന്നത്, യഥാർത്ഥം. നിവർന്നത്, വസ്തുവിനേക്കാൾ ചെറുത്, യഥാർത്ഥം. വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നതും. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വസ്തുവിനേക്കാൾ വലുത്, മിഥ്യയും നിവർന്നതുമായിരിക്കും. വസ്തുവിനേക്കാൾ വലുതായിരിക്കും, മിഥ്യയായിരിക്കും, നിവർന്നതായിരിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരുടെ ശ്രവണപരിധി ഡാഷ് ആണ്. 20 ഹെർട്സിനും 2000 ഹെർട്സ് വരെ, 2 ഹെർട്സ് മുതൽ 20000 ഹെർട്സ് വരെ, 20 ഹെർട്സ് മുതൽ 20000 ഹെർട്സ് വരെ, 2 ഹെർട്സ് മുതൽ 2000 ഹെർട്സ് വരെ. ഉത്തരം ഓപ്ഷൻ സി ആണ്. 20 ഹെർട്സ് മുതൽ 20000 ഹെർട്സ് വരെയാണ്. മനുഷ്യൻ്റെ ശ്രവണപരിധി 20 ഹെർട്സ് മുതൽ 20000 ഹെർട്സ് വരെയാണ്. മനുഷ്യൻ്റെ ശ്രവണപരിധി എത്രയാണ്? 20 ഹെർട്സിനും 20000 ഹെർട്സിനും ഇടയിലാണ്. 20 ഹെർട്സ് മുതൽ 20000 ഹെർട്സ് വരെയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബലാണ് ചോദിക്കാറുള്ളതാണ്. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബലാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.